കടം മേടിച്ചാൽ മനുഷ്യന് ശങ്കയുണ്ടാവും, ആശങ്കയുണ്ടാകും, അല്ലേ? ഒരു വല്ലാത്ത വിഷമമുണ്ടാവും, വല്ലാത്ത ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്കടക്കം ആളുകൾ പോകും. അതുപോലെ തന്നെ വആഖിറഹു ഹർബുൻ, ആ കടത്തിൻ്റെ പര്യവസാനം പലപ്പോഴും എങ്ങനെയാകല്? എത്ര അണിചേർന്ന് പോയവരാണ് പ്രിയപ്പെട്ടവരെ സാമ്പത്തിക ഇടപെടലിൻ്റെ പേരിൽ, അതുപോലെ തന്നെ കടമിടപാടുകൾക്ക് മേൽ തെറ്റി നിന്നുകൊണ്ട് മരണം വരെ മിണ്ടാതെ നിൽക്കുന്നത്. എത്ര മനോഹരമായ, എത്ര നമ്മളെ ബോധ്യപ്പെടുത്തുന്നൊരു വാചക. ആ കടത്തിൻ്റെ അവസാനം എന്നുള്ളത് അത് ശങ്കയിലേക്കും പ്രശ്നങ്ങളിലേക്കും കലുഷിതാവസ്ഥയിലേക്കും നയിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എത്ര ഹദീസുകളും വചനങ്ങളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നറിയോ? നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുന്ന, നമ്മൾ മരിക്കണതിന് മുമ്പ് കടം കൊടുത്തു വിട്ടാൽ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഒരാളെ ദീനാറും ദിർഹമും ബാക്കി വെച്ചുകൊണ്ട് മരണപ്പെടുക, അത് കടബാധ്യതയുള്ളവനായിക്കൊണ്ട് മരണപ്പെടുക. അവൻ്റെ നന്മയിൽ നിന്നാണ് റഹ്മാനായ റബ്ബ് അത് പൂർത്തീകരിക്കുക. ദീനാറിനും ദിർഹമിനും വിലയില്ലാത്ത ആ പാരത്രിക ലോകത്തൊരു സുബ്ഹാനല്ലാഹ് ഉണ്ടെങ്കിൽ, ഒരു അൽഹംദുലില്ലാഹ് ഉണ്ടെങ്കിൽ, ഒരു അല്ലാഹു അക്ബർ ഉണ്ടെങ്കിൽ, അൽഹംദുലില്ലാഹ് എന്ന് മനുഷ്യൻ പറയാൻ ആഗ്രഹിക്കുന്ന ആ പരലോകത്തുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മകളായിരിക്കും നമ്മുടെ ദിർഹമിനും ദീനാറിനും പകരമായി റഹ്മാനായ റബ്ബ് അവിടെ വെക്കുക. എത്ര ഗൗരവമാണത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു വ്യക്തിയുണ്ടല്ലോ, അവനിതാ കടബാധ്യതയുള്ളവനായി കൊണ്ടു മരണപ്പെടുകയാണ്. അവന് മരണപ്പെടുന്നതിന് മുമ്പ് അവനെ കടം കൊടുത്തു വീട്ടിയിട്ടില്ല. അവന് റബ്ബിനെ കണ്ടുമുട്ടുക മോഷ്ടാവിന് തുല്യമായിട്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതൊക്കെ ഇതിൻ്റെ ഗൗരവങ്ങൾ നമ്മെ പഠിപ്പിക്കണം. ഇന്ന് കടമിടപാടുകളുടെ ഒരു ആധുനിക വേഷം എന്താ പ്രിയപ്പെട്ടവരെ? പലിശയാണ്. തൊട്ടതിനും പിടിച്ചതിനും നാം ഉപയോഗിക്കുന്ന ഈ UPI ആപ്പുകളിൽ നിന്നടക്കം, അതല്ല എങ്കിൽ നമ്മുടെ മൊബൈലിൽ ഒരു ക്ലിക്ക് ചെയ്താൽ അടക്കം പൈസ, അതല്ല എങ്കിൽ തുകകൾ, പണം നമ്മുടെ കൈകളിലേക്ക് വരുന്നൊരു കാലഘട്ടത്തിൽ വേണ്ടതിനും വേണ്ടാത്തതിനും മനുഷ്യതിൽ ഇടപെടുക. ഇപ്പോൾ പലിശയുടെയൊക്കെ ഗൗരവം എന്ന് ആലോചിച്ചൊക്കെ, എത്ര ഉലമ സലഫികളെന്നറിയപ്പെടുന്ന അഹ്ലുസുന്നയുടെ ആളുകളെന്നറിയുന്ന നമസ്കാരത്തിന് മുന്നിലുള്ളവരിൽ അടക്കം വരുന്ന അബദ്ധത് എന്താ? ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചു, എന്തപ്പ ചെയ്യുക? ഞാൻ അങ്ങോട്ട് എടുത്തു, അള്ള പുറത്തു തരുന്നു. ആ അള്ള തന്നെയാണ് ഈ വിഷയത്തിൻ്റെയൊക്കെ ഗൗരവം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഒരു വ്യക്തി ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് റഹ്മാനായ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ള ഉത്തരം കൊടുക്കൂല എന്നാ. എൻ്റെ ഉത്തരം കൊടുക്കാതിരിക്കാനുള്ള കാരണം, അവൻ്റെ ഭക്ഷണം ഹറാമിൻ്റേതാ, അവൻ്റെ പാനീയം ഹറാമിൻ്റേതാ, അവൻ്റെ വസ്ത്രം ഹറാമിൻ്റേതാ, അവൻ ഹറാമിൽ മുങ്ങിക്കുളിച്ചവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅന്നാ യുസ്തജാബു ലിദാലിക്. പിന്നെ എങ്ങനെ ഞാൻ അവന് ഉത്തരം കൊടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ പ്രിയപ്പെട്ടവരെ. കല്യാണത്തിൻ്റെ പേര്, പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ കാലയളവിൽ തകൃതിയായിട്ട് കല്യാണങ്ങളും മറ്റുമൊക്കെ നടക്കുന്നൊരു സമയമാണ്. വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ കടങ്ങൾ കുമിഞ്ഞുകൂടുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10-15 ലക്ഷമൊക്കെ അങ്ങോട്ട് വാരിയെറിയാണ്. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഓനത് ഇവിടുന്നും കടം മേടിച്ചിട്ട് ആളുകളുടെ മുന്നിൽ ദുരഭിമാനത്തിൻ്റെ പേരിലാണ് പ്രിയപ്പെട്ടവർ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. റഹ്മാനായ റബ്ബ് വെറുതെ വിടുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടും? ഒരു രോഗിയായി പെട്ടെന്ന് അള്ളാഹ്ക്കറിയാം. റഹ്മാനായ റബ്ബ് വദൂദാണ്, റഹീമാണ്, റഹ്മാനാണ്. നമ്മൾ വലിയൊരു പ്രതിസന്ധി വന്നു, അതൊക്കെ പടച്ചോനറിയാം. പക്ഷേ വേണ്ടതിനും വേണ്ട ദുരഭിമാനത്തിൻ്റെ പേരിലാണ് പലരും ഇന്ന് പ്രിയപ്പെട്ടവരെ കടക്കണിയിൽ അകപ്പെടുന്നത്, അല്ലേ? എൻ്റെ വീടൊന്ന് ചെറുതായി പോയി, അപ്പുറത്തെ വീട് 1 സ്ക്വയർ ഫീറ്റ് നമ്മേക്കാൾ കൂടിയാൽ ഒന്നും കൂടി എന്ത് ചെയ്യണം? ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണം, അതല്ല എങ്കിൽ അതിൻ്റെ കുറച്ച് പണികളൊക്കെ ഒന്ന് എടുക്കണം. അങ്ങനെയുള്ള ചിന്തകളുടെ പേരിലാണ് പലരും പ്രിയപ്പെട്ടവരെ കടമിടപാടുകളിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക തന്നെ വേണം. അപ്പോൾ ഈ കടം വാങ്ങുമ്പോഴൊക്കെ നമ്മിൽ നിന്നൊക്കെ തീരെ ഇല്ലാതായി പോയ കാര്യം എന്താ അറിയോ? ഈ ഒരു 1 ലക്ഷം ഉറുപ്പ്യ കാട്ടിക്കുക, നമ്മൾ സാധാരണ 2 സാക്ഷികൾ വേണം, എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അനക്കെന്താ എന്നെ വിശ്വാസമല്ലേ എന്നാണ്. അത് പടച്ചോൻ പറഞ്ഞതാണ്, അള്ള പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായത്തിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാ? ആയത്തുദ്ദൈനാണ്. ആയത്തുദ്ദൈന് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ശരിക്കൊന്ന് പാരായണം ചെയ്യണം. അത് അമാനി മൗലവി റഹിമഹുള്ളയുടെ തഫ്സീറെങ്കിലും ആ വിഷയത്തിൽ നമ്മളൊന്ന് പഠിക്കണം. നമുക്ക് ശരിക്കാണ് ബോധ്യപ്പെടും. അള്ള പറഞ്ഞതാ എഴുതി വെക്കണമെന്ന്, അത് എഴുതി വെക്കന്നെ വേണം. സാക്ഷികൾ വേണമെന്ന് റബ്ബ് പറഞ്ഞതാ, അത് പാലിക്കാൻ നമുക്ക് എന്താ തടസ്സം? എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ കടമിടപാടുകൾ നടത്തി ആ വിഷയത്തിൽ ക്രയവിക്രയങ്ങൾ നടത്തിയിട്ട് ലാസ്റ്റ് തെറ്റിപ്പിരിഞ്ഞ് ആകെ അലങ്കോലാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഞാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് തന്നിട്ടില്ല, എന്താ തെളിവ്? എന്തേ? അള്ള പറഞ്ഞത് പലപ്പോഴും ചെയ്തില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ റബ്ബ് പറഞ്ഞ് കടം മേടിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ തന്നെ ഈ മര്യാദകൾ പാലിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഒരു കടം മേടിക്കുന്ന അവസ്ഥ ഉണ്ടായാലേ വിശ്വാസിയുടെ നിലപാട് എന്താണെന്നറിയോ? മൻ അഖദ അംവാലൻ നാസി
ആരെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് പണം സ്വീകരിക്കുകയാണ്, കടം വാങ്ങുകയാണെങ്കിൽ യുരീദു അദാഅഹാ, അത് മേടിക്കുന്ന സമയത്ത് തന്നെ പടച്ചോനെ ഇത് എനിക്കെത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണമല്ലോ എന്ന ചിന്തയാണെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊടുത്തു വീട്ടാനുള്ള സഹായം അവന് നൽകുന്നതാണ്. ഇനി മേടിക്കുമ്പോൾ തന്നെ ഉള്ളോനല്ലേ ഇതിപ്പോൾ അങ്ങനെ സ്വീപ്പാക്കാന്ന് പറയില്ല നമ്മൾ, കുറച്ചേണ്ടൊക്കെ കൊടുക്കുക, അതിനിപ്പോൾ അവൻ ചോദിക്കുമ്പോൾ അപ്പം നീട്ടി പറയാം. അങ്ങനെയാണ് പലർക്കും ചിന്ത. അങ്ങനെ ഒരു ചിന്തയിലാണ് വാങ്ങുന്നതെങ്കിൽ ഒമൻ അഖദ യുരീദു ഇത്ലാഫഹാ അത്ലഫഹുല്ലാഹ്, അല്ലാഹ് അത് കൊടുക്കാനുള്ള തൗഫീഖ് അവന് കൊടുക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ നെയ്യത്ത് മേടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പോലും പ്രിയപ്പെട്ടവരെ നെയ്യത്ത് പരിശുദ്ധമാക്കണം എന്നുള്ളത്. അതോടൊപ്പം നമുക്ക് കടണ്ടോ 1,00,000 രൂപ കടൻ അത് കൊടുത്തു വിട്ടാൻ നമ്മളെ ഏറ്റവും വലിയ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഇത് കഴിയട്ടെ അവിടെ പോയിട്ടില്ലല്ലോ ഇവിടെ വന്നിട്ടില്ലല്ലോ കുട്ടികളത് പറഞ്ഞതല്ല, കട എന്ത് ചെയ്യണം, ആദ്യം കൊടുത്തു വിട്ടണം. അത് മനുഷ്യനെ മാനസികമായിട്ട് വല്ലാതെ പേടിപ്പെടുത്തുന്ന, വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കടം എന്നുള്ളത്. ഒരിക്കലും അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് ഇങ്ങനെയാണ്, അള്ളാഹിൻ്റെ റസൂൽ പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്, മദീന പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വ്യക്തി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അൻസാരി ആയിട്ടുള്ള ഒരു വ്യക്തി. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ആണ്. അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, യാ അബാ ഉമാമ മാലി അറാക ജാലിസൻ ഫീ ഗൈരി വഖ്തി സ്വലാ, നമസ്കാരത്തിൻ്റെ സമയത്തല്ലാതെ എന്താ അബൂ ഉമാമ പള്ളിയിൽ? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ഹുമൂമുൻ ലസിംതനി വദുയൂനുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ എന്നെ വല്ലാതെ ദുഃഖവും വിഷാദവും അലട്ടുന്നുണ്ട് പ്രവാചകരെ, അതുപോലെ തന്നെ എൻ്റെ കടബാധ്യതകൾ എന്നെ അലട്ടുന്നുണ്ട് പ്രവാചകരെ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്താണെന്നറിയോ? അഫലാ ഉഅല്ലിമുക കലാമൻ, അബൂ ഉമാമ ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? ഇദാ ഖുൽതുഹു, നീ അത് പാരായണം ചെയ്താൽ, നീ അത് ഉരുവിട്ടാൽ, അദ്ഹബല്ലാഹു അമ്മക വഖലാ അൻക ദൈനക, നീ ഒരു പ്രാർത്ഥന ചൊല്ലിയാലേ നിന്റെ ആ ഹമ്മുണ്ടല്ലോ, നിന്റെ ആ ദുഃഖവും വിഷാദവും സങ്കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ, അത് അല്ലാഹു പോയിപ്പിച്ചു തരും. വഖലാ അൻക ദൈനക, നിന്റെ കട റബ്ബ് അത് കൊടുത്തു വീട്ടാനുള്ള തൗഫീക്ക് നിനക്ക് നൽകും. എന്നിട്ട് ഏതാ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുത്തത്? ആ സഹാബിയോട് ഇതിന് കേട്ടപ്പോൾ ബലാ യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങൾ പഠിപ്പിച്ചു തരും. എന്നിട്ട് ഏതാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി, അല്ലേ നമുക്കറിയാവുന്നൊരു പ്രാർത്ഥനയാണ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസലി വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വകഹരി റിജാൽ. ഇതെപ്പോൾ പ്രാർത്ഥിക്കേണ്ട? രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രശ്നേ ദുഃഖത്തിൽ നിന്നും വിഷാദത്തിൽ നിന്നും അശക്തിയിൽ നിന്നും മടുപ്പിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യരുടെ പീഡനത്തിൽ നിന്നുമൊക്കെ റബ്ബേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നാണ് പ്രിയപ്പെട്ട ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്നുള്ളത്. ആ സഹാബി വര്യനെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തതുപോലെ ഇത് നിർവഹിച്ചപ്പോൾ ഉണ്ടായ റിസൾട്ട് എന്താണെന്നറിയോ? ഫഫഅൽതു ദാലിക ഫഹദഅബഹുല്ലാഹു ഹമ്മി വഗമ്മി വഖലാ അന്നി ദൈനി, അല്ലാഹ് എൻ്റെ ദുഃഖവും വിഷാദവും പ്രയാസങ്ങളും നീക്കി തന്നു, എൻ്റെ കടം റബ്ബ് കൊടുത്തു വീട്ടി തന്നു, അതിനുള്ള തൗഫീക്ക് നൽകി എന്നുള്ളതാണ്. അതാണ് പ്രാർത്ഥനയുടെ പവർ എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കും, KKPP പ്രാർത്ഥന കിട്ടി പോയാൽ പോയി എന്നുള്ള പ്രാർത്ഥന. അതിൻ്റെ അപ്പുറത്ത് ഇദുല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, എൻ്റെ റബ്ബ് എനിക്ക് എന്തായാലും ഉത്തരം തരും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ള. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് കുടിയിൽ ഇങ്ങനെ ഇരിക്കലല്ല, അതൊരു തവക്കുലിൻ്റെ യഥാർത്ഥ രീതിയല്ല. അശ്രാന്ത പരിശ്രമം നടത്തണം. ആ കടം കൊടുത്തു വീട്ടാൻ 2 മണിക്കൂർ ഓവർ ടൈം എടുക്കണോ? ഞാൻ ഓവർ ടൈം എടുത്തേ മതിയാകൂ. ഞാൻ നിലവിൽ തുടരുന്ന ജോലി പോരെ എൻ്റെ കടം കൊടുത്തു വിട്ടാൻ മറ്റൊരു ജോലി ഞാനത് അന്വേഷിക്കും, അതിനുവേണ്ടി പരിശ്രമിക്കും. അതാണൊരു മുഅ്മിനിൻ്റെ നിലപാടായിക്കൊണ്ട് ഈ ഹദീസുകളെയൊക്കെ വിശദീകരിക്കുന്ന രംഗങ്ങളിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ച് നൽകിയത്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കണം. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഒരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന എന്താ? നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. പടച്ചോനെ ഹലാലിൽ പടച്ചോനെ മതി വരുത്തണേ എന്നാ, മറ്റൊരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ റബ്ബേ എനിക്ക് നൽകല്ലേ എന്ന് ഈ പ്രാർത്ഥന അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പ്രത്യേകിച്ച് കടവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പ്രാർത്ഥിക്കുന്നൊരവസ്ഥ ഉണ്ടാണ്. പടച്ചോൻ എപ്പോഴാണ് അള്ളാഹു വലിയ വലിയ പരീക്ഷണങ്ങളിൽ നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരിക എന്നറിയില്ല. അതുകൊണ്ട് പ്രാർത്ഥന എന്നുള്ളത് വലിയൊരു പ്രൊട്ടക്ഷനായി നാം കാണുക. ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറന്തള്ളി നമ്മളെല്ലാത്തിനും മുന്നിലുണ്ടായിട്ട് പക്ഷേ ഞാൻ പഴയ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുള്ളൂ എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കും ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ കേട്ടോ.
പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കും ഏറ്റവും വലിയ നിർഭാഗ്യം. അതുകൊണ്ട് തീരുമാനമെടുക്കുക, ഇന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതേ ചെയ്യുള്ളൂ. ഞാനൊരു വാഹനം മേടിക്കും, അത് എനിക്ക് കടമില്ലാതെ മേടിക്കാൻ കഴിയുമെങ്കിൽ അത് മതിക്ക്. ഞാനൊരു വീട് വെക്കും, അത് പലിശയുടെയും കടബാധ്യതയും കുമിഞ്ഞുകൂടുന്നൊരവസ്ഥയാണെങ്കിൽ ഞാനുള്ള വീട് മതി. അതിങ്ങനെ വലുതാക്കി വലുതാക്കി കുമിഞ്ഞുകൂടി അസമാധാനവും സമാധാനമില്ലായ്മയും ഒക്കെ ആയിട്ട് ഇബാദത്തുകളിലും ഒന്നും ശ്രദ്ധ കൈവരിക്കാൻ കഴിയാത്ത, എല്ലാവരുടെ മുന്നിലും അപമാനിതനാവുന്ന അവസ്ഥ, അതൊക്കെ വല്ലാത്തൊരു ഇടങ്ങേറുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.